കേരളത്തിലെ ബി.ജെ.പിയെ കുരുക്കാൻ, കേരളത്തിലെ ബി.ജെ.പിയെ തുറന്നു കാണിക്കാൻ ഇതാ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു യു.ഡി.എഫ് സർക്കാരിന് മുന്നിൽ. യു.ഡി.എഫ് സർക്കാർ അത് ഉപയോഗിക്കുമോ എന്നതേ അറിയാനുള്ളൂ. കാരണം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ പരസ്പര ധാരണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് ഇപ്പോഴേ ഉറപ്പിക്കാം. സംഭവം ചെറിയ കാര്യമല്ല. പണമിടപാടാണ്, കള്ളപ്പണ ഇടപാടാണ്. ചെറിയ പണമല്ല, 25 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ബി.ജെ.പിയുടെ തൃശൂർ സിറ്റി ഓഫീസിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയത് 25 കോടി രൂപയാണ്. വെളിപ്പെടുത്തിയത് ആ കാലത്ത് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന, ആ കാലത്ത് എന്നല്ല ഇപ്പോഴും ഓഫീസ് സെക്രട്ടറി എന്ന് തന്നെ പറയാം, ജൂലൈ 15-നാണ് ഓഫീസ് സെക്രട്ടറിയെ പറഞ്ഞു വിടുന്നത് ജില്ലാ നേതൃത്വം, ബി.ജെ.പി നേതൃത്വം. അത് ഈ പണമിടപാട് വിവരങ്ങൾ പുറത്തു പറയും എന്ന സൂചനകൾ ബി.ജെ.പി നേതാക്കൾ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് നടപടിയെടുത്ത് ഒഴിവാക്കിയത് ഓഫീസ് സെക്രട്ടറി P.N. അക്ഷയ്യെ. അദ്ദേഹമാണ് മാധ്യമങ്ങളോട് കൃത്യം വണ്ടി നമ്പർ അടക്കം പണം വന്നതും പോയതും എല്ലാം എനിക്കറിയാം എന്ന് വെളിപ്പെടുത്തിയത്. 25 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പി തൃശൂർ സിറ്റി ഓഫീസിലെത്തിയത് എന്നാണ് P.N. അക്ഷയ് വെളിപ്പെടുത്തിയത്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അവിടെ നിന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടെ നിന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര രൂപ അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നു? ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിൽ സംഘടനാ സെക്രട്ടറി K.P. സുരേഷ്, മുരളി കുളങ്ങാട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷ്, ഇവർ 3 പേരുമാണ് ഈ ഇലക്ഷൻ പൈസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 17 ചാക്കുകളിലും ഒരു പച്ച ബാഗിലുമാണ് പണം കൊണ്ടുവന്നത് എന്നാണ് P.M. അക്ഷയ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പണം കൊണ്ടുവന്നത് 3 നേതാക്കളാണ്. K.P. സുരേഷ് സംഘടനാ ജനറൽ സെക്രട്ടറി, മുരളി കുളങ്ങാട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷ്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് K.K. അനീഷ് കുമാർ. ഇവർ ആണ് ഈ പണം കൊണ്ടുവന്നതും പുറത്തേക്ക് കൊണ്ടുപോയതും. എവിടത്തേക്കാണ് കൊണ്ടുപോയത് എന്നത് കൃത്യമായി P.N. അക്ഷയ്ക്ക് അറിയില്ല. അക്ഷയ് പറഞ്ഞത് തമിഴ്നാട്ടിലേക്ക് 1 കോടി രൂപ കൊണ്ടുപോയിട്ടുണ്ട്, ഒരു ചാക്ക് പണം കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ബലേനോ കാറിലാണ് പണം കൊണ്ടുപോയത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. നമ്പർ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, സമയമാകുമ്പോൾ അത് വെളിപ്പെടുത്തും. 4 നേതാക്കൾ ചേർന്ന് നടത്തിയ വലിയ പണമിടപാടിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. അദ്ദേഹം മാത്രമല്ല, ബി.ജെ.പിയുടെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സുജയ് സേനൻ കൂടിയുണ്ട് ഈ പണമിടപാടിൽ. പണം കൊണ്ടുവന്ന സമയത്ത് CCTV ഓഫ് ചെയ്യാൻ എന്നോട് നിർദ്ദേശിച്ചത് സുജയ് സേനനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓഫീസ് സെക്രട്ടറിയായ P.N. അക്ഷയ്. വളരെ എവിഡൻ്റായ തെളിവുകളുള്ള കാര്യമാണ്. എവിടത്തേക്കാണ് പണം പോയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. എന്നാൽ പണം കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ എനിക്കറിയാം, പണം കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ എനിക്കറിയാം. പണം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, 1 കോടി രൂപ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു എല്ലാം ചെയ്തത് സംഘടനാ ജനറൽ സെക്രട്ടറി K.P. സുരേഷും മുരളി കുളങ്ങാട്ടും അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് K.K. അനീഷ് കുമാറുമാണ്. എന്നാൽ ഇതേക്കുറിച്ച് എല്ലാം അറിയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, ജനറൽ സെക്രട്ടറി സുജയ് സേനൻ. വളരെ കൃത്യം തെളിവുകളുണ്ട്. മൊഴി രേഖപ്പെടുത്തി കൃത്യമായി അന്വേഷിച്ചാൽ എവിടെ നിന്നാണ് പണം വന്നത്, എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്താൻ കഴിയും. പോലീസ് അന്വേഷിക്കുമോ, യു.ഡി.എഫ് സർക്കാരിൻ്റെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമോ എന്നതാണ് അറിയാനുള്ളത്. ഇതിപ്പോൾ മാത്രമല്ല, നേരത്തെയും ഇത്തരമൊരു ആരോപണം ഉയർന്നിരുന്നു. അന്ന് ഉയർന്നു വന്നത് 9 കോടി രൂപ കടത്തിയതിനെ കുറിച്ചാണ്. 9 കോടി രൂപയാണ് അന്ന് കടത്തിയത്. അന്നും ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അത് വലിയ വിവാദമായി, ചർച്ചയായി, കേസായി, അന്വേഷണമായി, അറസ്റ്റ് നടന്നു. K. സുരേന്ദ്രൻ അന്നത്തെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ ഇടപാട് മുഴുവൻ നടന്നത് എന്നാണ് തിരൂർ സതീഷ് വെളിപ്പെടുത്തിയത്. ഇപ്പോഴും ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അന്നത്തെ ചരിത്രം മുഴുവൻ ലഭിക്കും. അന്ന് കൊടകരയിൽ പണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപയാണ് കൊള്ളയടിച്ചത്. ബി.ജെ.പിക്ക് വേണ്ടി കൊണ്ടുവന്ന പണം ബി.ജെ.പിക്കാർ തന്നെ കൊള്ളയടിക്കുന്ന അവസ്ഥ. അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് കേസെടുത്ത് കുറ്റപത്രം സമർപ്പിച്ചു. വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇഡിക്ക് കൈമാറി. കാരണം പണം
വന്നത് മറ്റു സംസ്ഥാനങ്ങളിലാണ് എന്നതുകൊണ്ട് തന്നെ ED അന്വേഷിക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. കോടതിയിലും റിപ്പോർട്ട് കൊടുത്തു, EDക്കും റിപ്പോർട്ട് കൊടുത്തു. ED പക്ഷേ അത് അന്വേഷിച്ചില്ല. കോടതിയിൽ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും 25 കോടി രൂപ കൊണ്ടുവന്നു എന്നതാണ് ആരോപണം. അന്വേഷിക്കാൻ തയ്യാറാകുമോ സംസ്ഥാന പോലീസ്? അന്വേഷിക്കാൻ തയ്യാറാകുമോ സംസ്ഥാന സർക്കാർ? ഇതാണ് ചോദ്യം. അന്വേഷിക്കാൻ തയ്യാറാകില്ല എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് സാധ്യത. എന്തായാലും ഒരു സുവർണാവസരം വന്നു ചേർന്നിട്ടുണ്ട് കോൺഗ്രസിന് മുന്നിൽ. അത് ഉപയോഗിക്കുമോ കോൺഗ്രസ്? ഇതാണ് അറിയാനുള്ളത്. UDF സർക്കാരാണ്, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഉണ്ട് UDFൽ. അവർ സമ്മർദ്ദം ചെലുത്തുമോ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എന്നതൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും വെടി പൊട്ടിച്ചിട്ടുണ്ട് PM അക്ഷയ്. അത് ഏറ്റെടുക്കാൻ UDF സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.